അന്ന് ദൈവം വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, വരുന്ന വർഷം ഈ സമയമാകുമ്പോഴേക്കും നിന്റെ ഭാര്യ ഒരു പൊന്നുപോലുള്ള മകനെ പ്രസവിക്കും. ഇത് പറഞ്ഞത് കേട്ടപ്പോൾ അകത്ത് കൂടാരത്തിൽ നിന്നതായ ആ, സാറ ചിരിക്കാനിടയായി. എന്തുകൊണ്ടെന്നറിയാമോ? എനിക്കൊരു ഭർത്താവുണ്ട്, എന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കും. ശരി കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറയുന്ന ഒരു ഭോഷ്കുള്ള മഹാനാണ് എൻ്റെ ഭർത്താവ്. ദൈവം എന്ത് പറഞ്ഞാലും വിശ്വസിച്ചുകൊള്ളും. ഇത് വിചാരിച്ച് ചിരിച്ചു. അങ്ങനെ ചിരിച്ചതായ സമയത്ത് എന്തിനാണ് സാറായെ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞ് കള്ളം പറയാനിടയായി. പ്രിയ സഹോദരി സഹോദര, വിവാഹം കഴിഞ്ഞിട്ടും കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരുപക്ഷെ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെ 90-ാമത്തെ വയസ്സിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കും, പറയൂ നിങ്ങളുടെ ഭാര്യ എന്തിനാണ് കൊണ്ടുവന്നത്? വേദന കാരണമാണ്. എന്താണ് വേദന? മുട്ടിന് വേദനയാണോ? അതോ തലവേദനയാണോ? കഴുത്തുവേദനയാണോ? എന്താണ് പ്രശ്നം? അല്ല, പ്രസവ വേദന എങ്ങാനും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ അബ്രഹാമിനെ ഡോക്ടർ അടിമുടി നോക്കുമോ ഇല്ലയോ? നിങ്ങൾ വരേണ്ടത് ഇവിടേക്കല്ല, മറിച്ച് ഭ്രാന്താശുപത്രിയിലാണ്. അവിടേക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ പിന്നെന്താണ് പറയേണ്ടത്? നിങ്ങൾക്ക് പ്രായം നോക്കുമ്പോൾ കുറേ ഉണ്ടല്ലോ. നിങ്ങൾ വൃദ്ധനായിരിക്കുന്നു, നിങ്ങളുടെ ഭാര്യയും വൃദ്ധയായിരിക്കുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമോ? നിങ്ങൾക്ക് ബോധമില്ലേ എന്ന് പറയുമോ ഇല്ലയോ? ഉറപ്പായിട്ടും പറയും. ഡോക്ടർമാർ അവർക്കുള്ളതായ ജ്ഞാനം കൊണ്ട് ആ വ്യക്തി അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ പരിശോധിച്ചിട്ട് അതിന് തക്കതായ ചികിത്സ കൊടുക്കാനായിട്ട് കഴിയുമെന്നാൽ സങ്കല്പിക്കാൻ കഴിയാത്തത്, മനുഷ്യന് അസാധ്യമായിരിക്കുന്നതായ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്നത് ഒരേ ഒരുവനേ ഉള്ളൂ. അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഒരുപക്ഷെ അബ്രഹാം സാറയെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിപ്പിച്ചാൽ ഡോക്ടർമാർ പറയുമായിരുന്നു, അവളുടെ മാസമുറ പോലും നിന്നു പോകാനിടയായി. കുട്ടികൾ ജനിക്കാനുള്ള ചാൻസ് 1% പോലും ഇല്ല. എങ്കിലും അങ്ങനെയുള്ള വാർദ്ധക്യത്തിലുള്ള ദമ്പതിമാരോട് ദൈവം കരുണ കാട്ടാനിടയായില്ലേ? അവർക്ക് അത്ഭുതം ചെയ്തില്ലേ? ആശ്ചര്യകാര്യങ്ങൾ ചെയ്തില്ലേ? അവർക്ക് ഉദരഫലത്തെ കൊടുത്തില്ലേ? ആ വൃദ്ധരായവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തവനായ ദൈവം യൗവനക്കാരനായിരിക്കുന്ന 35-38 വയസ്സായ നിന്റെ ജീവിതത്തിൽ ചെയ്യുകയില്ലേ? വിസിറ്റിംഗ് അവേഴ്സിൽ കുഞ്ഞിന് പേരിടാൻ വേണ്ടി ആളുകൾ വരും. അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് വരുന്നത്. കുഞ്ഞിന് പേരിടാൻ പറയും. എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം ഇതാണ്, ഇവരുടെ മകൻ എന്തു പറ്റി? മരുമകൾക്കെന്തു പറ്റി? എന്താണ് ഇവർ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നത്? വന്നിട്ട് പറയും, ഞങ്ങളുടെ മകന് പേരിടൂ. മകനാണോ കൊച്ചുമകനാണോ? ഞങ്ങളുടെ മകനാണ്. അതിശയം തോന്നും. എന്തുകൊണ്ടാണ്? എൻ്റെ ദൈവം അത്ഭുത കാര്യങ്ങൾ അന്നല്ല ഇന്നും ചെയ്യുന്നുണ്ട്. നിന്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായവനാണ്. അവൻ ഏതു സമയമാണോ തീരുമാനിച്ചിരിക്കുന്നത് ആ സമയം കടന്നു വരുമ്പോൾ അത്ഭുതം നടക്കും. നിന്റെ കണ്ണുനീരിനും നിന്റെ കഷ്ടതയ്ക്കും നിന്റെ ബുദ്ധിമുട്ടുകൾക്കും നിന്റെ ഞെരുക്കത്തിനും നിന്റെ വേദനയ്ക്കും നിന്റെ അപമാനത്തിനും നിന്നയ്ക്കും നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പുണ്ട്. സകല വ്യക്തികളുടെയും ജീവിതത്തിൽ, സകല വ്യക്തികളുടെയും മനസ്സിൽ ഒരു ഭയങ്കരമായ അഗ്നിപർവ്വതമുണ്ട്. ഘോരമായിരിക്കുന്നതായ ഭാരങ്ങളെ പലരും വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ദൈവം നിന്റെ ഭാരത്തെ എടുത്തുമാറ്റുന്നതായ ദിവസം വരുന്നു. നീ രഹസ്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒഴുക്കുന്നതായ കണ്ണുനീർ തുടച്ചുമാറ്റുന്ന സമയം വരും. ആ ദിവസം വരുമ്പോൾ അതിനെ തടയുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. നിന്റെ ജീവിതത്തിൽ നന്മയുടെ ദിവസങ്ങൾ വരുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, മക്കളെ വളർത്തേണ്ടതായ രീതിയിൽ വളർത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ മാതാവുണ്ടായിട്ട് പിതാവുണ്ടായിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് പ്രയോജനം? മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിച്ച് വളർത്തുന്നതിൽ പലരും പരാജയപ്പെട്ടിരിക്കുന്നു. തന്മൂലം അനേകം കുഞ്ഞുങ്ങൾ വഴിയാധാരമായിരിക്കുന്നു. കർത്താവ് ഇന്ന് വളരെ വ്യക്തമായിട്ട് അബ്രഹാം ജീവിതത്തിൽ എന്തിനാണോ പ്രാധാന്യം കൊടുത്തതെന്ന്, അബ്രഹാം എങ്ങനെയാണോ നിന്നെ അനുസരിച്ച് ജീവിച്ചത്, ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു
ആത്മീയ പാഠം ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. കേട്ടതായ ഈ വചനം ഏറ്റെടുത്ത് സകല വ്യക്തികളും അതനുസരിച്ച് ജീവിക്കുവാൻ സഹായിക്കുമാറാകണമേ. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞങ്ങൾക്ക് ദൈവം കുട്ടികളെ തരുമ്പോൾ ദൈവനാമത്തിന് വേണ്ടി നിർത്തും. ഇങ്ങനെ അത്ഭുതകരമായ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കണമേ. അങ്ങനെയുള്ളവരുടെ തീരുമാനത്തെ മാനിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ വരുന്ന ദിവസങ്ങളിൽ ഉന്നതമായ രീതിയിൽ നിന്റെ നാമത്തിനായി നിർത്തുവാൻ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.